വികസനം എന്ന് പറയുന്നത് നമുക്കാർക്കും സ്വപ്നം പോലും കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വലിയ രീതിയിൽ വികസനം നടന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ തൊട്ടടുത്ത ഒരു ഗുരുവായൂർ നമ്മളെന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രം നമുക്ക് തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം. ആ തീർത്ഥാടന കേന്ദ്രത്തിൽ 100 കോടി രൂപയുടെ അമൃത് പദ്ധതിയാണ് നമുക്കവിടെ വികസനമായി വന്നിട്ടുള്ളത്. പക്ഷേ ഇന്ന് നമുക്ക് ആ ഗുരുവായൂരൊന്ന് ചെന്ന് നോക്കിയാൽ നമുക്ക് അറിയാം എത്ര മനോഹരമായ രീതിയിലാണ് അവിടെ ഓരോ ഭക്തർക്കും താമസിക്കാനും അല്ലെങ്കിൽ അവർക്ക് അവിടെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റാവുന്ന രീതിയിൽ എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. മനസാക്ഷിക്ക് അനുസരിച്ച് വോട്ട് ചെയ്ത് ഇവിടുത്തെ സ്ഥാനാർത്ഥിനെ ജയിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്ക് ഏറെ എൻ്റെ ശ്രദ്ധയിൽ വന്ന കാര്യം, മാറി മാറി ഇവിടെ MP-മാരായി വന്നിട്ടുള്ളവർ അവരുടെ കാലഘട്ടത്തിൽ എന്ത് വികസനം ഈ നിയോജക മണ്ഡലത്തിൽ കൊണ്ടുവന്നു എന്ന് പറയാൻ പോലും തയ്യാറാകുന്നില്ല. ഒരു മുതിർന്ന പൗരൻ എന്ന നിലയ്ക്ക് കാലങ്ങളായി ഇവിടെ നടന്നു വന്നിട്ടുള്ള വികസനങ്ങൾ വളരെ അടുത്ത് നിന്ന് ശ്രദ്ധിച്ചിട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് കാര്യമായിട്ട് ഒന്നും ഈ കാലത്ത് നടന്നിട്ടില്ല. ഞാൻ രാഷ്ട്രീയത്തിലുപരി പറയുകയാണ്, ഇവിടെ തൃശ്ശൂരിനെ കൈപിടിച്ചുയർത്താൻ കഴിയുന്ന ഒരു കാൻഡിഡേറ്റാണ് ഇവിടെ ജയിച്ചു വരേണ്ടത്. നമുക്ക് ശക്തി പകരുന്ന, മനുഷ്യനായി മനസ്സിലാക്കുന്ന, സ്നേഹത്തിൻ്റെ ആ ഒരു കാൻഡിഡേറ്റിനെ എല്ലാവരും തിരഞ്ഞെടുക്കുമെന്ന് ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഇക്കണ്ട വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒരു പുതിയ അനുഭവം എന്ന് പറയുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു വ്യക്തിയെ സാധാരണക്കാരായ ജനങ്ങൾ മതത്തിന് അതീതമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നൊരു രംഗം ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായിട്ട് കാണാൻ കഴിയുന്നത്. തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ ഒരു വികസനവും ഇല്ല. ഉള്ള തൃശ്ശൂർ പൂരം തന്നെ മുടക്കാൻ നോക്കുക എന്നാണ് അവരുടെ ഏക ലക്ഷ്യം. അതിനുശേഷം അവർ തന്നെ ഒത്തുതീർപ്പാക്കി അവർ തന്നെ ഒരു ഫ്ലെക്സ് വെച്ച് അവർ തന്നെ അവരാണ് നടത്തിയെന്നുള്ള രീതിയിൽ തീരുമാനിക്കുന്ന രീതിയാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. ഇതിങ്ങനെ തന്നെയാണ് എല്ലാ കാര്യത്തിലും ഈ ഇടത് വലത് സംഘങ്ങൾ ചെയ്യുന്നത്. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവാനായിട്ടാണ് ജനങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amrit Veni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amrit Veni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.